ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇന്നലെ ആഗോള മാർക്കറ്റുകൾ അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിരുന്നില്ല. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ആയാലും ഇന്നലെ 0.64% ഒരു ഡ്രോപ്പ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു നോർമൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിച്ചിരുന്നു. അതുമാത്രമാണ് ഏർലിംഗ് മോർണിംഗ് ട്രേഡിൽ ഉണ്ടായത്. അതായത് 25,459 നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ പ്രീവിയസ് ക്ലോസിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 37 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ മാത്രമാണ്. എന്നാൽ ആഫ്റ്റർനൂൺ സെഷന് ശേഷം കണ്ടത് ഹെവി ആയിട്ടുള്ള ശക്തമായ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഫൈനലായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,178 എന്ന ലെവലിലാണ്. ഏകദേശം 300 പോയിന്റിന്റെ ഒരു ഇടിവാണ്. 1.25% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ഫോൾ കാണുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്നലെ ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്കിൽ ഒരു ഇടിവുണ്ടായിരുന്നു. കാരണം എൻവിഡിയ സ്റ്റോക്കിൽ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നല്ല റണ്ണപ്പ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ക്വാർട്ടറിൽ നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മുൻകൂട്ടി പൊസിഷൻ എടുത്തവരൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഏകദേശം 1% ഇടിഞ്ഞിരുന്നു. എന്നാൽ S&P 500 ഒരു 0.5 ഒരു ഇടിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡൗ ജോൺസ് ആണെങ്കിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ US മാർക്കറ്റ് സമ്മിശ്രമായിട്ടാണ് ഇന്നലെ പ്രതികരിച്ചത്. ഈ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ FTSE UK FTSE പോസിറ്റീവായിരുന്നു, ജർമ്മനിയുടെ ഡാക്സ് പോസിറ്റീവായിരുന്നു, അതുപോലെ ഫ്രാൻസിൻ്റെ CSE പോസിറ്റീവായിരുന്നു. അപ്പോൾ അവിടെയൊന്നും യാതൊരുവിധ വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഉണ്ടായിട്ടില്ല. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാലും ജപ്പാന്റെ നിക്കി പോസിറ്റീവായിരുന്നു, ഹാങ്സെങ് പോസിറ്റീവായിരുന്നു, സൗത്ത് കൊറിയയുടെ കോസ്പി മാത്രമാണ് 1% താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫോള് അത് ദുർബലമായിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസിന്റെ ഭാഗമായിട്ടല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയും മേജറായിട്ടുള്ള സെക്ടറൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം എപ്പോഴും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന IT ഇൻഡെക്സ് ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നാസ്ഡാക്കിലെ എൻവിഡിയയിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫോളിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും IT ഇൻഡെക്സും ഫോൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ IT പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത് 0.17% പോസിറ്റീവ് ക്ലോസിംഗ് നൽകി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ നിഫ്റ്റിയിൽ ആകെ 6 സ്റ്റോക്കുകൾ മാത്രമാണ് മുന്നോട്ടേക്ക് പോയത്. അതിൽ ഇൻഫോസിസും HCL ടെക്കുമാണ് ഉള്ളത്. അപ്പം ബാക്കിയുള്ള 44 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ IT അല്ലാത്ത മറ്റ് മേജർ ഇൻഡെക്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ, FMCG, ഫൈനാൻഷ്യൽസ്, ഫാർമ, റിയാലിറ്റി, ഹെൽത്ത് കെയർ, PSU ബാങ്ക് ഇതൊക്കെ 1% കൂടുതലുള്ള ഒരു ഫോളാണ് കാണിച്ചത്. അപ്പോൾ നമുക്കറിയാം ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ് പൊതുവെ ബുള്ളിഷായി നിൽക്കുന്ന അവസരമാണ്. അതുപോലെ PSU ബാങ്ക് എപ്പോഴും റാലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. അവിടെയൊക്കെയാണ് ഫോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ബ്രോഡ് മാർക്കറ്റിലും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം ഈ ഒരു ഫോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരമൊരു ഫോളിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് തീർച്ചയായിട്ടും അമേരിക്ക ഇറാൻ ചർച്ചകളിൽ ഒരു ഫൈനൽ ബ്രേക്ക് ത്രൂ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോൾ 72 മുകളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇതുകൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ആ ഒരു ആണവ കരാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അത് 10 ദിവസം മുതൽ 15 ദിവസം വരെയാണ് ട്രംപ് നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ അവസാന തീയതി അനുസരിച്ചിട്ട് മാർച്ച് 1-നും 6-നും ഇടയിലാണ് ഈ കരാറിൽ എത്തേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാവുമെന്നായിരുന്നു ട്രംപ് സൂചിപ്പിച്ചത്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള മേജറായിട്ടുള്ള വാറുമായി ബന്ധപ്പെട്ട അറ്റാക്കൊക്കെ നടക്കാറുള്ളത് ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ്. മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് നടക്കാറുള്ളത്. അത് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റ് വളറ്റിലിറ്റി ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മിങ് സാറ്റർഡേ സൺഡേ ഒക്കെ എന്തായിരിക്കും ഈ ഒരു മിഡിൽ ഈസ്റ്റ് ടെൻഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്നതിൻ്റെ ഒരു ആശങ്ക ഒരുപക്ഷെ മാർക്കറ്റിനെ സെൽ ചെയ്യാൻ ബുൾസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. ഇതുകൂടാതെ ഗോൾഡ് സിൽവറിലും ഒരു മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചതും ഗോൾഡ് സിൽവർ ഉയർന്നതും അതുപോലെ ഈ ജനീവയിൽ നടക്കുന്ന ഈ ഇറാൻ US ചർച്ചകൾ ഒരു തീരുമാനമാകാതിരുന്നതും ഇതൊക്കെ മൊത്തത്തിൽ ഈ ഒരു വാർ ടെൻഷൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയെന്ന് വ്യക്തമാണ്. ഇത് കൂടാതെ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. 3000 കോടിക്ക് മുകളിലുള്ള ഒരു സെല്ലിംഗ് ആയിരുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ബൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്ന FIAs പെട്ടെന്ന് തന്നെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയത് FIAസിൻ്റെ ആ ഒരു നിലപാടും ഇന്ന് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൂടാതെ മറ്റൊരു കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഇന്ന് പ്രസിദ്ധീകരിച്ച GDP ഡാറ്റ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ആശങ്കയാകാം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ത്യയുടെ GDP ഡാറ്റ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്.
ഇപ്പോൾ ഒക്ടോബർ ഡിസംബർ കാലയളവിലുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ച 7.8% ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൊതുവെ പ്രതീക്ഷിച്ചത് 7.2% മുതൽ 7.6% വരെയുള്ള ഒരു GDP ഡാറ്റയാണ്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ 8.2%-ൽ നിന്നും സ്ലിപ്പ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള ഡാറ്റ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാവശ്യം ബേസ് ഇയർ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള GDP ഡാറ്റയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബേസ് ഇയർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് 2022-23 വർഷങ്ങളാണ്. അപ്പോൾ ഈ GDP ഡാറ്റയിലുള്ള ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയിൽ 11% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇൻഡസ്ട്രി സ്റ്റോക്കുകളിലും ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രോത്ത് റേറ്റ് ഈ രീതിയിൽ 7 മുകളിൽ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമിയാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു ഇമേജ് നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് FIIസിനെ വീണ്ടും നമ്മളേക്ക് ആകർഷിക്കാൻ സഹായിച്ചേക്കും. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇറാൻ US വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പോസിറ്റീവായി വന്നിട്ടുള്ള ഈ GDP ഡാറ്റ അത് മാർക്കറ്റിനെ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് വീക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഇപ്പോൾ കുറഞ്ഞിട്ട് ഏറ്റവും ഹയ്യസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,500 എന്ന ലെവലിലാണ്. അതുപോലെ പുട്ട് സൈഡിലുള്ള ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 എന്ന ലെവലുമാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും നിഫ്റ്റി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ട് 25,178 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ യുദ്ധത്തിൻ്റെ ആശങ്കകളൊന്നും ഇല്ലാതെ ഗ്ലോബൽ ക്യൂസൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ അതേപോലെ ഈ GDP ഡാറ്റ ഉണ്ടാക്കിയിട്ടുള്ള പോസിറ്റിവിറ്റിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് തിങ്കളാഴ്ച റീബൗണ്ട് ചെയ്തേക്കാം. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അവർ ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സാണ് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ അഥവാ MSCI ഇൻഡെക്സ്. അപ്പോൾ ഈ ഫെബ്രുവരി 27 MSCI ഇൻഡെക്സിൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരികയാണ്, അഥവാ അത് റീബാലൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും ഈ MSCI ഇൻഡെക്സ് റീബാലൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫെബ്രുവരി, മെയ്, ഓഗസ്റ്റ്, നവംബർ എന്നീ മാസങ്ങളിലാണ് ഈ റീബാലൻസിങ് നടക്കാറുള്ളത്. അപ്പോൾ ഈ ഷെയർ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് സ്റ്റോക്കുകളെ ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിലേക്ക് പുതുതായിട്ട് 2 സ്റ്റോക്കുകൾ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാം. അതിലൊന്ന് ആദിത്യ ബിർള ക്യാപിറ്റലും മറ്റൊന്ന് L&T ഫൈനാൻസുമാണ്. ഇത്തരമൊരു റീജിഗ് MSCI ഇൻഡെക്സിൽ ഉണ്ടായിട്ട് പോലും ഇന്ന് മാർക്കറ്റിൽ ഈ 2 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദിത്യ ബിർള ക്യാപിറ്റൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 340 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് അത് 4% ഇടിഞ്ഞിട്ടാണുള്ളത്. അതുപോലെ L&T ഫൈനാൻസ് ആണെങ്കിൽ 280 എന്ന പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 6% അതും ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ ഇൻഡെക്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പുറത്താകുന്നത് IRCTC ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിൽ ഈ റീബാലൻസിങ് നടക്കുമ്പോൾ MSCI ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അവരും ഇതേപോലെ IRCTC ഒഴിവാക്കുകയും ഈ 2 സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഇതേപോലെ ചില സ്റ്റോക്കുകളിൽ വെയിറ്റേജും വർദ്ധിപ്പിച്ചതായിട്ട് കാണും. ഇപ്പോൾ അതിലൊന്ന് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെതാണ്. അതിൻ്റെ വെയിറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ JSW സ്റ്റീൽ, നൈക്ക, വിശാൽ മെഗാമാർട്ട് ഈ സ്റ്റോക്കുകളിലും വെയിറ്റേജ് ഇന്ന് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ MSCI ഇൻഡെക്സിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലുള്ള 7 പുതിയ സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തുകയും 34 സ്റ്റോക്കുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉൾപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രീമിയർ എനർജീസ്, NSDL, എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ്, JSW സിമെൻറ്റ്, ആശാപുര മൈൻ കെമിക്കൽ, കനറ HSBC, ലൈഫ് ഇൻഷുറൻസ്, തൈറോകെയർ ടെക്നോളജീസ് ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇൻഡെക്സിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. ഒഴിവാക്കിയ സ്റ്റോക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് അശോക ബിൽഡ്കോൺ, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, KNR കൺസ്ട്രക്ഷൻസ്, ജസ്റ്റ് ഡയൽ, VRL ലോജിസ്റ്റിക്സ്. ഇത് കൂടാതെ മൊത്തത്തിൽ 34 സ്റ്റോക്കുകളാണ് സ്മോൾ ക്യാപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്നത്തെ മാർക്കറ്റിലുള്ള ഈ ഹെവി സെൽ ഓഫിന് കാരണമായിട്ടുള്ളത് FIIസിൻ്റെ ശക്തമായ സെല്ലിംഗ് ആണ്. 7000 കോടിയുടെ വമ്പിച്ച സെല്ലിംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതിലുള്ള റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ഈ രീതിയിലുള്ള സെല്ലിംഗ് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.